എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്. അതായത് ഓഗസ്റ്റ് 14 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ്റെ ഡേറ്റ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, കോളേജ് ദൂരെയാണ്, അപ്പോൾ എങ്ങനെ ഇന്ന് തന്നെ പോകും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അതായത് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അതായത് നിലവിൽ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്, അതായത് AICTEയുടെ നിർദ്ദേശപ്രകാരമുള്ള അഡ്മിഷൻ്റെ അവസാന തീയതി. അപ്പോൾ അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ അഡ്മിഷനായിട്ട് കോളേജിൽ പോകാനായിട്ട് നോക്കുക, രാവിലെ തന്നെ പോകാനായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ce.kerala.gov.in/keen2026/നോട്ടിഫിക്കേഷൻ എന്നുള്ള പേജിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഓൾറെഡി തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ DTE അതായത് വിദ്യാർത്ഥികളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആ ഒരു പേജ് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള DTE സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ ഫോർ BTech 2026 അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ സാധാരണ എണ്ണൽ സംഖ്യയാണ് 1, 2, 3 എന്നിങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക്, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, അലോട്ട്മെൻറ്റ് കിട്ടിയ കോഴ്സ് ഏതാണെന്നുള്ളത്, അലോട്ട്മെൻറ്റ് കാറ്റഗറി ഏതാണെന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു ഇതിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് കിട്ടിയതെന്നൊക്കെ കാണാൻ പറ്റും. ടോട്ടലായിട്ട് 28 പേജുണ്ട്. അതായത് ടോട്ടലായിട്ട് എത്ര വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1117 വിദ്യാർത്ഥികൾക്ക് നിലവിലിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ്റെ ഡേറ്റ് അതായത് ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 14 വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡേറ്റ് നീട്ടോ ഇല്ലയോ എന്നൊന്നും പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതിനാൽ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിഷനായിട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങളിൽ നൽകിയിട്ടുള്ളത്, അതായത് അലോട്ട്മെൻറ്റ് ടു എ കോളേജ് അതർ ദാൻ ദ രജിസ്റ്റേർഡ് കോളേജ്, അതായത് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത കോളേജില്ലാതെ വേറൊരു കോളേജിലാണ് കിട്ടിയതെങ്കിൽ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് അലോട്ടഡ് എ സീറ്റ് ഇൻ എൻ എഞ്ചിനീയറിംഗ് കോളേജ് അതർ ദാൻ ദ college where he or she has registered for centralized spot admission, the student shall complete the admission process in the allotted college on or before 4 PM on 14 ഓഗസ്റ്റ് 2026 as അതായത് 14 വൈകുന്നേരം 4 മണി, അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്കാം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കണം. As 14 ഓഗസ്റ്റ് 2026 ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ ആസ് പെർ AICTE നോംസ്. അതായത് AICTEയുടെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 14 അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. TC ഡേറ്റ് ഷുഡ് ബി ഓൺ ഓർ ബിഫോർ 14 ഓഗസ്റ്റ് 2026 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 14 ആണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആവോ ഇല്ലയോ ഒന്നും പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നിലവിൽ ഇപ്പോൾ ഇന്ന് അഡ്മിഷനായിട്ട് പോകാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് നീട്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം കൊണ്ട്, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ അഡ്മിഷൻ ഡേറ്റാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും അതിനാൽ തന്നെ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇഫ് അലോട്ട്മെൻറ്റ് ഈസ് റിസീവ്ഡ് ത്രൂ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ പ്രോസസ്, ദ എക്സിസ്റ്റിംഗ് അഡ്മിഷൻ ഇൻ ദ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് വിൽ ബി
cancelled and they must compulsory take admission in the newly allotted college. നേരത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. നേരത്തെ നിങ്ങളുടെ ഉണ്ടായിരുന്ന അഡ്മിഷൻ അവിടെ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. കാരണം കിട്ടിയിട്ടുള്ള സീറ്റ് വെറുതെ നഷ്ടപ്പെടുത്തരുത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ചെയ്തിട്ട് കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇന്നാണ് നിലവിൽ AICTEയുടെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷനായിട്ട് പോകാൻ വല്ല ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സാധാരണത്തിൽ ആ ഒരു പറഞ്ഞ ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് തന്നെ പരമാവധി നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ചില കോളേജുകളിൽ സാധാരണ ഒരു ഡേറ്റ് നീട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെയായിരിക്കും അഡ്മിഷൻ്റെ ഡേറ്റ് ആയിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.